ഉപനിഷത്തുകളിൽ പറയുന്ന ഒരു കഥ ഇങ്ങനെയാണ്. ഒരിക്കൽ ശരീരത്തിൽ വസിക്കുന്ന ദേവതകളായ വായു, അഗ്നി, ജലം, ഭൂമി, ആകാശം, വാക്ക്, മനസ്സ് തമ്മിൽ വഴക്കിട്ടു. ഓരോരുത്തരും ഈ ശരീരം നിലനിർത്തുന്നത് ഞാൻ തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ പ്രാണൻ പറഞ്ഞു, ഇങ്ങനെ സ്വയം വഞ്ചിക്കരുത്. ഞാൻ തന്നെയാണ് 5ആയി വിഭജിച്ച് ഈ ശരീരത്തെ നിലനിർത്തുന്നത്. അവരത് വിശ്വസിച്ചില്ല. പ്രകോപിതനായ പ്രാണൻ ശരീരത്തിൽ നിന്ന് പിന്മാറി. ഉടൻ തന്നെ മറ്റ് ദേവതകളും ക്ഷയിച്ചു തുടങ്ങി. പിന്നെ പ്രാണൻ ശരീരത്തിലേക്ക് തിരികെ എത്തിയപ്പോൾ എല്ലാവരും തങ്ങളുടെ സ്ഥാനം വീണ്ടെടുത്തു. അപ്പോൾ അവർക്ക് പ്രാണന്റെ മഹത്വം മനസ്സിലായി. അവരെല്ലാം ചേർന്ന് പ്രാണനെ വണങ്ങി. പ്രാണൻ ശരീരത്തിന്റെയും സൃഷ്ടിയുടെ എല്ലാ തലങ്ങളുടെയും ജീവശക്തിയാണ്. മഹർഷിമാർ ആദിമശക്തിയുടെ സ്വഭാവവും സാധ്യതകളും അറിഞ്ഞിരുന്നു. മന്ത്രം, യജ്ഞം, തപസ്സു, ധ്യാനം തുടങ്ങിയവയെല്ലാം പ്രാണനെ ഉണർത്താനും വളർത്താനും വേണ്ടിയുള്ള മാർഗങ്ങളാണ്. പ്രാണ എന്ന പദം പ്രായും നായുമാണ് ചേർന്നത്. സ്ഥിരമായി സഞ്ചരിക്കുന്ന ശക്തി എന്നർത്ഥം. ജീവികളിൽ എല്ലാ പ്രവർത്തനത്തിന്റെയും ചിന്തകളുടെയും ശരീര മനസ്സിന്റെ നിലകളുടെയും പിന്നിൽ പ്രാണനാണ്. ശാസ്ത്രത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ വൈദ്യുത, കാന്തിക, ഇലക്ട്രോമാഗ്നറ്റിക്, പ്രകാശ, താപ, മാനസിക ഊർജങ്ങളെല്ലാം ചേർന്നുള്ള സങ്കീർണ ശക്തിയാണ് പ്രാണൻ. പ്രാണൻ ജഡവസ്തുക്കളിലുമുണ്ട്. അവിടെ അത് ചലനത്തിനും വളർച്ചയ്ക്കും ക്ഷയത്തിനും കാരണമാകുന്നു. ഛാന്ദോഗ്യോപനിഷത്ത് പറയുന്നതുപോലെ പ്രാണത്തിൽ നിന്നാണ് ജീവജാലങ്ങൾ ഉത്ഭവിക്കുകയും പ്രാണനിലേക്ക് തന്നെയാണ് അവ വീണ്ടും ലയിക്കുകയും ചെയ്യുന്നത്. മനുഷ്യജീവിതത്തിൽ പ്രാണൻ ശരീരമൊട്ടാകെ വ്യാപിച്ചിരിക്കുന്നു. യോഗികൾ അതിനെ പ്രാണമയകോശം എന്ന് വിളിച്ചു. ഇന്ന് ശാസ്ത്രവും അതിന്റെ സാന്നിധ്യം അംഗീകരിക്കുന്നു. കിർലിയൻ ഫോട്ടോഗ്രാഫി മനുഷ്യരുടെയും വസ്തുക്കളുടെയും ചുറ്റും പ്രകാശവലയമുണ്ടെന്ന് തെളിയിച്ചു. അത് വ്യക്തിയുടെ അവസ്ഥയെ ആശ്രയിച്ചു മാറുന്നതായും കണ്ടെത്തി. പ്രാണിക്ഷേത്രം പലപ്പോഴും PSI പ്ലാസ്മ എന്നും വിളിക്കപ്പെടുന്നു. കാരണം അത് പ്ലാസ്മ അഥവാ ചാർജുള്ള വാതകം പോലെ പെരുമാറുന്നു. ചിന്തകളാൽ ഉള്ളിൽ നിന്നും വൈദ്യുത കാന്തിക ക്ഷേത്രങ്ങളാൽ പുറത്തുനിന്നും അത് ബാധിക്കപ്പെടുന്നു. പ്രാണൻ ശരീരത്തിൽ നാഡികൾ വഴിയാണ് ഒഴുകുന്നത്. അത് ചക്രങ്ങളിൽ സംഭരിക്കപ്പെടുന്നു. ഗവേഷകർ പറയുന്നതുപോലെ പ്രാണത്തിലെ ഇലക്ട്രോമാഗ്നറ്റിക് ഊർജം തിരിഞ്ഞു സഞ്ചരിക്കുന്ന തരംഗങ്ങളെ സൃഷ്ടിക്കുന്നു. മഹർഷിമാർ ചക്രങ്ങളുടെ ചുറ്റും സ്പൈറൽ ആകൃതിയിലുള്ള വികിരണഘടന കണ്ടും വിവരിച്ചുമുണ്ട്. പ്രാണൻ ജീവികളിൽ സ്വാഭാവികമായി നിലനിൽക്കുന്നു. ജനനസമയം നമുക്കൊരു നിശ്ചിത അളവിൽ പ്രാണൻ ലഭിക്കുന്നു. നാം ശ്വസിക്കുന്ന വായുവിലൂടെ, ഭക്ഷിക്കുന്ന ഭക്ഷണത്തിലൂടെ, ചിന്തകളിലൂടെ, പ്രവൃത്തികളിലൂടെ, ജീവിതശൈലിയിൽ കൂടി പ്രാണനെ വർദ്ധിപ്പിക്കുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നു. മരിക്കുമ്പോൾ ശരീരത്തിൽ സംഭരിച്ചിരുന്ന പ്രാണൻ പുറത്തേക്ക് പോകുന്നു.